നമ്മളാണ് ഏറ്റവും ഉഷാർ. നമ്മൾ പറയുന്നത് കിബിറിന്റെ അലാമത്ത് പറയുന്നിടത്തൊക്കെ പറയാം, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മൾ അധികാരമുള്ള ആളായിരിക്കാം, എന്നാലും നമ്മൾ പറയുന്നത് കേൾക്കണം. എങ്ങോട്ടെങ്കിലും നടന്നു പോകുന്ന സമയത്ത് മുന്നിൽ നടക്കേണ്ടത് ഞാനാണ്. ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം. അവരെല്ലാം എന്നെക്കാൾ താഴെയുള്ളവരാണെന്ന തോന്നൽ നമ്മുടെ കൽവിൽ തോന്നിപ്പോയാൽ അതിനാണ് കിബിർ. അത് കിബിറിന്റെ ലക്ഷണമാണ്. അപ്പൊ ഒരാളോടും കിബിറില്ലാത്ത നിലക്കാണ് രാത്രി കിടന്നുറങ്ങാറുള്ളത്. അസൂയയില്ല, പകയില്ല, നല്ല ശുദ്ധമായ കൽബോടെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ അതായിരിക്കാമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഘടകമാണ് നിങ്ങളെ സ്വർഗത്തിൽ കടത്തിയത്. അപ്പൊ സ്വർഗത്തിൽ കടക്കാൻ ആദ്യം ശുദ്ധമായ കൽബ് വേണം. മനുഷ്യന്മാരെ പരസ്പരം നമ്മൾ മാത്രം നല്ലൊരു, ബാക്കിയുള്ളവരൊക്കെ മോശം, അതാണ് ഇന്നത്തെ കാഴ്ചപ്പാട്. എക്സ്ക്യൂസ് പറയാ നമ്മളെല്ലാ വിഷയത്തിലും. നമ്മളെ പോരായ്മ ഒരിക്കലും അംഗീകരിക്കൂല. ഓരോ പോരായ്മ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാ പറയാൻ. ഞാനൊക്കെ റെഡിയാണ്, ബാക്കിയുള്ളവർ ഫുൾ മോശമാണ്. അതല്ല, നമ്മളുടെ പോരായ്മകളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വേണം. അതാണ് ഏറ്റവും വലിയൊരു മനസ്സ്. ഞാൻ ഏറ്റവും ചെറിയ ആളാണ് എന്ന ഒരു തോന്നൽ നമ്മളിലുണ്ട്. അപ്പൊ എന്തൊരു രസമായിരിക്കും എന്നറിയോ, പരസ്പരമുള്ള ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അങ്ങനെ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ചെറിയവർ വലിയവരെ ബഹുമാനിക്കുന്നു, വലിയവർ ചെറിയവരെ സ്നേഹിക്കുന്നു. എന്തൊരു രസാന്നറിയാതെ. മറ്റേ ചെറിയനെ കാണുമ്പോ അങ്ങനെ അവന്റെ മനസ്സിൽ എന്ത് പീക്കിരി കുട്ടികള്. വലിയ ആൾക്കാരെ കാണുമ്പോ ചെറിയ ആളുകൾക്ക് ഉണ്ടാവേണ്ട മനോഭാവത്തെ പറ്റി ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. ഇവരെന്നെക്കാൾ എത്ര കാലം നിസ്കരിച്ച ആൾക്കാരാ. 70-80 വയസ്സുള്ള ഒരാളെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, 80 കൊല്ലം അല്ലെങ്കിൽ 60-70 കൊല്ലം പടച്ചോന് വേണ്ടി സുജൂദ് ചെയ്ത ആളല്ല ഇത്, എന്നെക്കാൾ എത്ര വലിയ മുന്തിയ ആളാണ്. അപ്പൊ ഈ വലിയ ആള് ചെറിയ ആളെ കാണുമ്പോ എന്താ കരുതേണ്ടത്, ഓനെക്കാൾ 80 കൊല്ലം സുജൂദ് ചെയ്ത ആളാ ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനല്ല. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു കുട്ടി 10-15 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എന്റെ അത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആകെ 15 കൊല്ലല്ലേ പ്രായപൂർത്തിയായിട്ട്, 3-4 കൊല്ലായിട്ടുള്ളൂ, ഇത്രോ നിസ്കരിക്കുന്നു, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയല്ലേ, എന്നെക്കാൾ ഉഷാറാണെന്ന് മുതിർന്നവർ കരുതിയാൽ ആ ചെറിയ കുട്ടിയെ നമ്മൾ അറിയാതെ ബഹുമാനിച്ചു. ഇവിടെ വാടാ, അങ്ങോട്ട് പോടാ, ഇതല്ല ശൈലി. നമ്മളെ സമീപനങ്ങളിലുള്ള വ്യത്യാസം, സമീപനങ്ങളിൽ മാറണം, കുറെ മാറണം.